ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് മുട്ടത്തറയിലെ മറ്റേ നമ്മുടെ ഇവിടെയാ ഉള്ളത് ഇതിനെ പറയാ ടർഫിൽ ആളുകൾക്ക് MDMA-യും കഞ്ചാവും ഒക്കെ അല്ലേ. പക്ഷെ DYFI സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് കണ്ടോളൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ അടിച്ചു മാറ്റിയതിന്റെ ആവേശത്തിലാണ്, അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ കളിച്ചു വിജയിച്ച് നേടിയ ആവേശത്തിലാണ് നമ്മുടെ DYFI-യുടെ സഖാക്കൾ ഇവിടെയുള്ളത്. അവരിവിടെ കളിയിടങ്ങളോട് ലഹരി പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമുക്കൊപ്പം. വസീഫൊക്കെ ബോൾ ചെയ്തു, ഏതോ 6 അടിച്ചതിന്റെ ലക്ഷണമാണ്. വസീഫ്, സനോജ്. അപ്പോൾ ഇത് വസീഫ, ഇത് സനോജ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, സംസ്ഥാന കമ്മിറ്റിയിലെ 2 പുതിയ അംഗങ്ങളാണ്. ഇന്ന് സംസ്ഥാന കമ്മിറ്റിയും കൂടി ഉണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു 6 പോകുന്ന കണ്ടു. ഇല്ല, പോയില്ല. സനോജ് ഇവിടെ ഉണ്ട്. സനോജ് ഇവിടെ ഉണ്ട്. സനോജ്, 3 ഡോട്ട് ബോൾ. ഞാനിവിടെ വന്നിട്ട് 6 ബോൾ കണ്ടു. 3 ബോൾ തൊടാനേ പറ്റിയില്ല. ഒന്നും തൊട്ടില്ല. ഒരു കളി ഇപ്പൊ തോറ്റിരിക്കും. എത്ര അടിച്ചു? ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാ കളിയിലും തോറ്റ ടീം സനോജ്. സനോജ് എങ്ങനെ ഈ ക്രിക്കറ്റിൽ തോറ്റാലും ഫേവറേറ്റ് ഗെയിം ഏതാ സനോജിന്റെ? വോളിബോളാണ്. വോളിബോളിൽ ഒരു കൈ നോക്കാനുണ്ടോ? നോക്കി, കഴിഞ്ഞ ദിവസം വോളിബോൾ നോക്കി. എവിടെ കൊല്ലത്തത് ചോദിക്കുന്നതാ, സാക്ഷികളുണ്ട്. നമ്മുടെ പാലത്തിന് താഴെ. അതെ, നോബോള് കള്ളക്കളി. കളിക്കളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നോക്കൂ, ഏറ്റവും മനോഹരമായ ഒരു ടൈറ്റിൽ ഞങ്ങൾ കേട്ടത് DYFI-യുടെ ക്യാമ്പയിനിൽ നിന്ന് കേട്ട ഒരു ടൈറ്റിലാണ്, ലഹരിയാകാം കളിയിടങ്ങളോട് എന്നുള്ളതാണ്. എല്ലാ യുവജന സംഘടനകളും വ്യത്യസ്ത ടാഗ് ലൈനുകളുമായിട്ട് എത്തുന്നുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയാണ് പുലർത്തുന്നത്. യൂത്ത് ലീഗ് ആണെങ്കിലും ശരി, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ശരി, യുവമോർച്ചക്കാരുടെ ടാഗ് ലൈൻ വന്നിട്ടില്ല, നമ്മൾ കേട്ടില്ല. പക്ഷെ അവരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സൈസും എത്ര ശ്രമിച്ചാലും സാറേ, ഇവരുടെയൊക്കെ അതായത് DYFI, യൂത്ത് കോൺഗ്രസ് ഇവരിറങ്ങിയാൽ മാത്രമേ ഈ സംഗതി നിൽക്കൂ. 100%. ഇപ്പൊ ഞങ്ങൾ ഒരു മെസ്സേജ് വായിക്കുകയായിരുന്നു സനോജ്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിൽ നിന്ന് നമ്മുടെ DYFI സഹാക്കള് ലഹരി സംഘത്തെ പിടികൂടി എക്സൈസ് സംഘത്തെ ഏൽപ്പിച്ചു. അതൊരു മെസ്സേജ് ഒരു പ്രേക്ഷകൻ അയച്ചതാണ്. ഈ ക്യാമ്പസുകളെ രാഷ്ട്രീയ വിമുക്തമാക്കിയപ്പോൾ, അരാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ സംഭവിച്ചു പോയ അപകടമായിരുന്നു. ഹയർ സെക്കൻഡറി ഈ നമ്മൾ പ്രീ ഡിഗ്രി ഒഴിവാക്കി +2 ആയി വന്നല്ലോ. +2 ആയി വന്നപ്പോൾ രക്ഷിതാക്കളും ഈ സ്കൂളിലേക്ക് കുട്ടികൾ പോയി. അപ്പോൾ കുറച്ചുകൂടി നന്നായി. പക്ഷെ അത് അവരുടെ കൗമാരക്കാലാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ഒരു തമാശക്ക് വേണ്ടിയൊക്കെ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ആ 10ാം ക്ലാസ് +1 കളിയിടങ്ങളോട് നിങ്ങൾ മിക്കവാറും ഏതെങ്കിലും ഒക്കെ ടർഫിൽ പോകുമായിരിക്കും. അപ്പോൾ ഈ ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്സും ഇല്ല കാര്യമായിട്ട്. ഒരു പ്രത്യേകിച്ച് SFI, KSU അങ്ങനെ മറ്റു സംഘടനകളോ തെരഞ്ഞെടുപ്പൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ വലിയ രീതിയിൽ ഇങ്ങനെ ലഹരിയിലേക്കും മറ്റ് ഇതുപോലെ വയലൻസ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഈ സെൻഡ് ഓഫുകളൊക്കെ. സെൻഡ് ഓഫിനൊക്കെ അവർ 1000കണക്കിന് രൂപയാണ് പിരിക്കുന്നത്. നമ്മൾ സാധാരണ സെൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞ ഒരു നാരങ്ങ വെള്ളം, ഒരു ലഡു ഒക്കെ കൊടുത്താൽ സെൻഡ് ഓഫ്. പണ്ട് സെൻഡ് ഓഫുകളുടെ ക്ലാസ് മുറികൾക്ക് സനോജ് വസീഫ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പണ്ട് ഈ ക്ലാസ് മുറികളുണ്ടല്ലോ, അപ്പോൾ ഈ ക്ലാസ് മുറികളിൽ പണ്ട് ഈ ക്ലാസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നാരങ്ങയുടെ മണമായിരുന്നു. നാരങ്ങ വെള്ളം അതിപ്പോ MDMA-യുടെ മണമായി മാറുന്നു എന്നുള്ളതാണ് ടെൻഷൻ. 10,000 നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കുറേ ഉണ്ട്. അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നത്, കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് 10 കിലോ കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചു. ഇതാ ഇപ്പോൾ അതിഭീകരമാണ് കാര്യങ്ങൾ. കാരണം ഇത് നമ്മളൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ്. 100%. ഇപ്പം നേരത്തെ TV പ്രസാദ് പറഞ്ഞതാണ് കറക്റ്റ്. DYFI-യും SFI-യും ഒക്കെ രംഗത്തിറങ്ങിയാൽ KSU-യും യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും യൂത്ത് ലീഗും എല്ലാ യുവജന സംഘടനകളും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിപത്തിനെ പിടിച്ചു കെട്ടാൻ പറ്റും. ഇപ്പം എനിക്കറിയാം, ഇപ്പം SFI ഒക്കെ റാഗിങ്ങിനെതിരെ ഒരു കാലഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട്, കേരളത്തിലെ റാഗിങ്ങിനെതിരെയുള്ള പോരാട്ടം, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ശരി, KSU ആണെങ്കിലും ശരി, നിങ്ങളുടെയൊക്കെ ഡൊമിനൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അതിൻ്റെ പോരാട്ടമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിൽ 0 ടോളറൻസ് ആണല്ലേ. നമുക്ക് ഒരു പണ്ട് സ്കൂളിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ ഭാഗമായി ഒരു മൂല്യബോധം അവർക്ക് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു 500 കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരെ എങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ളതാണ്. ഇന്നിപ്പോൾ ആരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. +2 കഴിഞ്ഞിറങ്ങുന്ന ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. പെട്ടെന്ന് അവർ കോളേജിലെത്തിയിട്ടാണ് പിന്നെ അത്യാവശ്യം വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ള കോളേജിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമാവുന്നത്. അപ്പോൾ അതിൻ്റെ യുവജന സംഘടനകളുണ്ട്. അപ്പോൾ നമുക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഇപ്പോൾ DYFI-യുടെ ഒഫീഷ്യൽ പരിപാടികളുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എല്ലാ സാധാരണ രീതിയിൽ നമുക്ക് കേരളത്തിലെ സാധാരണ കാണാൻ വരുന്ന മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കളിയിടങ്ങൾ വരികയും ഒക്കെ അങ്ങനെ ഒരു പരിപാടിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ദൈനംദിനം നമുക്ക് ഇത്തരത്തിലുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടർഫിൽ സ്ഥിരം ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തൊട്ടപ്പുറത്തെ ടർഫുണ്ട്, അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാം. DYFI-യുടെ നേതൃത്വത്തിൽ ഒരുപാട് ക്യാമ്പയിനുകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പരിപാടികളുണ്ട് അല്ലേ. നമ്മളിപ്പോ മേഖല ജനകീയ കവചം, ജാഗ്രതാ പരേഡ്,
ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീട്ടുമുറ്റ കൂട്ടായ്മകൾ നമ്മളെല്ലാവരെയും കൂട്ടിയിരുത്തി ഓരോ വീടിൻ്റെ മുറ്റത്ത് കൂടിയിരുന്ന് ആ പ്രദേശം വളരെ ഫലപ്രദമാണ്. കാരണം വെച്ചാൽ ഈ വാർത്തകളൊക്കെ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ചെയ്ത വാർത്തകൾ നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമാരും രക്ഷിതാക്കളും എല്ലാവരും ഒരു ആശങ്കയുടെ പുറത്തുള്ളത്. അപ്പം അവർ പറയാണ് കൂടിയിരുന്നിട്ട് തുറന്ന് പറയാണ്. അത് ക്യാമറയുടെ മുമ്പിൽ വന്ന് ക്യാമറ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോട് പറയുന്നത് നിങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളത്. പല വീടുകളിലും ഈ അമ്മമാർ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇവരെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 22-23 വയസ്സുള്ള മക്കൾ ഈ ലഹരി ഉപയോഗിച്ചിട്ട് അമ്മമാർക്കെതിരെയും ഉമ്മമാർക്കെതിരെയും ഒക്കെ നിലപാടെടുക്കും. നമ്മുടെ ബ്രദേഴ്സിനെ ഒക്കെ ക്രൂരമായി മർദ്ദിക്കും. അവർക്ക് എന്ത് ചെയ്യണം പറയാൻ കഴിയുന്നില്ല. അതായത് രക്ഷിതാക്കൾ പലപ്പോഴും ഇന്ന് കാണുന്ന വാർത്തയൊക്കെ ചെറിയ ശതമാനം വാർത്തയെ പുറത്തു വരുന്നുള്ളൂ. അവർ തങ്ങളുടെ മക്കളെക്കുറിച്ച് പറയാനുള്ള ഒരു പേടിയും പിന്നെ ഒരു കുറവാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ മോശമാവുന്നുള്ളൂ. അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ മറച്ചു വെച്ച കുറേ കാര്യങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് പുറത്തു വന്നു തുടങ്ങി. എന്തായാലും അതിന് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് ബ്രിഗേഡ് നേരത്തെ രൂപീകരിച്ചത് ഞാൻ ഓർക്കുന്നത് സേവന കാര്യങ്ങൾക്കൊക്കെയാണ്. ഇനി യഥാർത്ഥത്തിൽ യൂത്ത് ബ്രിഗേഡൊക്കെ ഇറങ്ങേണ്ടത് ഇത് ആ സമയമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചെറുപ്പക്കാരെ പിടിച്ചാൽ കിട്ടില്ല. വോളണ്ടിയർഷിപ്പ് പോലെ നമ്മൾ എല്ലാ കവലകളിലും ഇതുപോലെ ഞങ്ങളുടെ ഈ ജാഗ്രതാ പരേഡുകളുടെ തുടർച്ചയായി ഞങ്ങൾ തന്നെ ഈ ഇങ്ങനെയുള്ള പോക്കറ്റുകളിൽ പ്രത്യേകിച്ച് ഈ പൊതു ഇടങ്ങൾ കൂടുതലായിട്ട് സൃഷ്ടിക്കുക. അതിപ്പോൾ ഗവൺമെൻറ് എടുത്തൊരു സ്റ്റാൻഡുമാണ്. ഞങ്ങളും അതിനോടൊപ്പം നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയേഴ്സ്, യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ, ഡിവൈഎഫ്ഐ ഭാരവാഹികളൊക്കെ കടന്നു ചെല്ലുകയും ഈ റെയ്ഡ് തന്നെ, അതായത് ഈ പോലീസിനെയും എക്സൈസിനെയും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള റെയ്ഡ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഞങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ഈ നിലപാടിന് നമ്മുടെ എല്ലാവിധ പിന്തുണയും നൽകും. നമ്മളെല്ലാ വാർത്തകളും നമ്മൾ എത്തിക്കും. നമ്മൾ പരമാവധി നമ്മളെ കിട്ടുന്ന വാർത്തകളൊക്കെ എല്ലായിടത്തും നമ്മുടെ ജാഗ്രതാ പരേഡുകൾ